ഹായ് ഗായ്സ്, കണ്ടല്ലോ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ നിലത്തൊന്നും അല്ല ഞാൻ നിൽക്കുന്നത്, അത്രയും സൂപ്പർ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയത് കേട്ടോ. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പാക്ക് ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫൗണ്ടേഷനോ ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് പോകാൻ നേരത്തെ ജസ്റ്റ് ഒരു ഐബ്രോ ആൻഡ് ലിപ്സ്റ്റിക്ക് ഇത്ര മാത്രമേ ഇട്ടുള്ളൂ. എൻ്റെ സ്കിന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എത്ര നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഞാൻ പറയുന്ന രീതിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പാടയാണ് കേട്ടോ. നമ്മുടെ പാലിൻ്റെ ആടയില്ലേ, ആ ഒരു ആടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല, ചിലർക്ക് പിമ്പിൾസൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്തായാലും ഇത് അങ്ങ് വേണ്ടാന്ന് വെച്ചോളൂ. കാരണം നമ്മൾ ഈ ഒരു മെയിൻ ഇതിൻ്റെ പാൽപ്പാടയാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതൊരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽപ്പാട നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു ഏകദേശം ഈ കാണുന്ന അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസിലേക്ക് മാത്രം മതി, ഫേസിലേക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ സൂപ്പറാണ്, സൂപ്പർ റിസൾട്ടാണ്, ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ആണ്. അപ്പോൾ എനിക്കിത് പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ. കാരണം ഞാൻ അത്ര ഹാപ്പിയാണ്, എനിക്ക് ഇത്രയും യൂസിൽ ഇത്രയും ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ നിലത്തൊന്നല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പാൽപ്പാട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്തെടുക്കാൻ പോകുന്ന അടുത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കോഫി പൗഡർ കേട്ടോ. കോഫി പൗഡർ ഞാൻ ഇതുപോലത്തെ സാഷേ പാക്കറ്റ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് പിന്നീട് ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം, 10 പൈസ ചിലവില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കോഫി പൗഡർ മാത്രം ചിലപ്പോൾ ജസ്റ്റ് 2 രൂപ കൊടുത്ത് മേടിക്കേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 ഇൻഗ്രീഡിയൻ്റ് കൂടി നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മുടെ കോഫി പൗഡർ തരിതരായിട്ട് കിടക്കാൻ പാടില്ല. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മുടെ കോഫി പൗഡർ സ്ക്രബായിട്ട് കിടക്കാൻ പാടില്ല, നന്നായിട്ട് മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തോളൂ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ അങ്ങ് കിട്ടും. എന്നിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് മാക്സിമം വെക്കാൻ പറ്റിയ വെക്കുക കേട്ടോ. ഞാൻ പക്ഷേ 10 മിനിറ്റേ വെച്ചുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് നേരത്തേക്ക് കോഫി പൗഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഡള്ളായി പോകും. ഞാനത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കോഫി പൗഡർ എത്ര അങ്ങോട്ട് ചെയ്തില്ല. അപ്പോൾ ചേരാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതൊരു 10 മിനിറ്റേ വെച്ചോളൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഇപ്പോൾ കോഫി പൗഡർ ചേരുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാക്സിമം ഒരു 20-25 മിനിറ്റോളം ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കാണിക്കുന്ന റിസൾട്ട് കണ്ടല്ലോ എൻ്റെ പൊന്നോ. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല, അത്രയും സൂപ്പർ റിസൾട്ടാണ്. വെറുതെ പറയുന്നതല്ല, നോണ പറയല്ല, പറ്റിക്കല്ല. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഓരോ തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, അടിപൊളിയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. നമ്മൾ റിംഗ് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മുടെ റൂമിലത്തെ ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫേസ് നമ്മളതങ്ങ് വാഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഫേസ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോയി ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ലൈറ്റൻ ആയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ആലോവേറ ജെൽ, അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് ഫേസിൽ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. എങ്കിലേ നമുക്ക് ആ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകും. പിന്നെ നമുക്ക് ചുളിവുകൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ, എന്തൊരു പാക്ക് ഉപയോഗിക്കുമ്പോഴും അത് കഴിയുമ്പോൾ ജെല്ലോ ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ വേറെ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു നമ്മുടെ ഷംനു ഓർഗാനിയുടെ ആ ഒരു സാഫ്രോൺ ആലോവേറ ജെല്ല് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു ഫേസിൽ തന്നെ നല്ല ലുക്കാണ് കാണാൻ. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലുക്ക് ഒന്നും കൂടി കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐബ്രോയും ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നുണ്ട്. വേറെ ഓരോ മേക്കപ്പിൻ്റെ ആവശ്യമില്ല മക്കളെ, അടിപൊളിയാണ്. നമുക്ക് ഫൗണ്ടേഷനോ ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് ഫംഗ്ഷന് പോകാൻ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞത് അതുപോലത്തെ റിസൾട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കും ജസ്റ്റ് ഐബ്രോയും അത്ര മാത്രം മതി, വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.